भूतले श्रीमते भक्तिवेदांत स्वामी इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृंदा। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते വാസുദേവായ. കൃഷ്ണ നമ്മൾ വായിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം. ഇസ്കോൺ സ്ഥാപകാചാര്യൻ കൃഷ്ണകൃപാമൂർത്തി എ സി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ വിവർത്തനം ഭവാർത്ഥം നൽകിയിട്ടുള്ള ഭഗവത്ഗീത യഥാരൂപം. ഭഗവത്ഗീത യഥാരൂപത്തിലെ 18-ാമത്തെ അധ്യായം സന്യാസത്തിന്റെ പരിപൂർണത വായിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചിട്ടുള്ളത് ഭഗവാൻ ബുദ്ധിയെയും ഒരു വ്യത്യസ്ത വ്യക്തികളുടെ ബുദ്ധിയെയും ഓരോരുത്തരും എടുക്കുന്ന തീരുമാനങ്ങളെയും അതേപോലെ ഒരു വ്യക്തി അനുഭവിക്കുന്ന സുഖങ്ങളെയും 3 വിധമായിട്ട് വിഭജിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ബുദ്ധി, ധൃതി, സുഖം. ഇതിനെ മൂന്നായിട്ട് സത്വരജസ്തമോ ഗുണങ്ങൾക്കനുസരിച്ച് 3ആയിട്ട് ഭഗവാൻ വിഭജിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. 3 തരത്തിലുള്ള ബുദ്ധി: സാത്വികമായിട്ടുള്ള ബുദ്ധി, രജോ ഗുണത്തിലുള്ള ബുദ്ധി, തമോ ഗുണത്തിലുള്ള ബുദ്ധി. സാത്വികമായിട്ടുള്ള ബുദ്ധി കൊണ്ട് ഒരു വ്യക്തിക്ക് എന്താണ് ധർമ്മം, എന്താണ് അധർമ്മം, എന്താണ് കടമ, എന്താണ് കടമയല്ലാത്തത്, എന്താണ് എന്നെ ഇവിടെ ബന്ധിക്കുന്നത്, എന്താണ് എന്നെ മോചിപ്പിക്കുന്നത്, എന്തിനെയാണ് ഭയപ്പെടേണ്ടത്, എന്തിനെയാണ് ഭയപ്പെടേണ്ടാത്തത്, ഇതെല്ലാം വളരെ വ്യക്തമായി തിരിച്ചറിയാൻ സഹായിക്കുന്ന ബുദ്ധിയെയാണ് ഭഗവാൻ സാത്വികമായിട്ടുള്ള ബുദ്ധി എന്ന് പറഞ്ഞിട്ടുള്ളത്. യയാ ധർമ്മം അധർമ്മം ച 31-ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. യയാ ധർമ്മം അധർമ്മം ച കാര്യം ച അകാര്യം ഏവ ച അയഥാവത് പ്രചാനാദി ബുദ്ധിസ പാർത്ഥരാജ്. അത് രജോഗുണത്തിലുള്ള ബുദ്ധിയാണ്. പ്രവൃത്തിഞ്ച നിവൃത്തിഞ്ച കാര്യ അകാര്യ ഭയാഭയ ബന്ധം മോക്ഷം ചയാവേത്തി ബുദ്ധിസ പാർത്ഥ സാത്വികി. സാത്വികമായിട്ടുള്ള ബുദ്ധിയെ കുറിച്ച് 30-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എന്താണ് പ്രവൃത്തി, എന്താണ് ചെയ്യേണ്ടത്, നിവൃത്തി, എന്തിൽ നിന്നാണ് നമ്മൾ വിട്ടുനിൽക്കേണ്ടത്, അതാണ് നിവൃത്തി. കാര്യ അകാര്യ, എന്താണ് എന്റെ കടമയായിട്ടുള്ളത്, എന്താണ് എന്റെ കടമയല്ലാത്തത്. ഭയാഭയ, എന്തിനെയാണ് ഞാൻ ഭയക്കേണ്ടത്, എന്തിനെയാണ് ഞാൻ ഭയപ്പെടേണ്ടാത്തത്. ബന്ധം മോക്ഷം ചെയ്യാവേറ്റി, എന്താണ് എന്നെ ബന്ധിക്കുന്നത്, ഈ ഭൗതിക ലോകത്തിൽ എന്താണ് എന്നെ ബന്ധിക്കുന്നത്, എന്താണ് എന്നെ മോചിപ്പിക്കുന്നത്, ഏതു തരത്തിലുള്ള കർമ്മമാണ് എന്നെ മോചിപ്പിക്കുന്നത്. ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബുദ്ധിയെയാണ് ഭഗവാൻ സാത്വികമായിട്ടുള്ള ബുദ്ധി എന്ന് പറഞ്ഞിട്ടുള്ളത്. പ്രവൃത്തിച്ച നിവൃത്തിച്ച കാര്യ അകാര്യ ഭയ അഭയ ബന്ധം മോക്ഷം ചെയ്യാവേത്തി ബുദ്ധി സാ പാർത്ഥ സാത്വിക. സാത്വികമായിട്ടുള്ള ബുദ്ധിയെ കുറിച്ച് പറഞ്ഞു. അതിനുശേഷം രജോ ഗുണത്താൽ മലിനപ്പെട്ട ബുദ്ധിയുടെ കാര്യം പറഞ്ഞു. ബുദ്ധി രജോ ഗുണബാധിതമാകുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്?
യയാ ധർമ്മം അധർമ്മം ച കാര്യം ച അകാര്യമേവ ച അയഥാവത് പ്രജാനാതി ബുദ്ധിസാ പാർത്ഥ രാജസി എന്നാണ് പറയുന്നത്. ധർമ്മത്തെയും അധർമ്മത്തെയും, കാര്യത്തെയും അകാര്യത്തെയും, കടമയെയും കടമയല്ലാത്ത പ്രവൃത്തിയെയും വ്യക്തമായിട്ട് തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥ. അയഥാവത് പ്രജാനാതി, എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? യഥാർത്ഥമായിട്ടല്ല മനസ്സിലാക്കുന്നത്, സംശയത്തോടു കൂടിയിട്ടാണ് മനസ്സിലാക്കുന്നത്. വ്യക്തമായിട്ട് വേർതിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഞാൻ ചെയ്യണോ വേണ്ടയോ, ഇതെന്റെ കടമയാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അർജുനനും ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, അല്ലെ? ആ അവസ്ഥയിലാണ് അർജുനൻ ഭഗവാന് ശിഷ്യപ്പെട്ടിട്ടുള്ളത്, ഭഗവാനെ ഗുരുവായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്, അല്ലെ? എനിക്ക് കൃത്യമായിട്ട് ധർമ്മസമ്മൂഢ ചേതാഹ, എന്റെ ബുദ്ധി ധർമ്മത്തിനെ കുറിച്ച് ശരിയായിട്ട് മനസ്സിലാക്കാൻ എന്നെ സഹായിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് മാർഗനിർദ്ദേശം നൽകണം എന്നാണ് അർജുനൻ പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ ബുദ്ധി സാത്വിക നിലവാരത്തിൽ നിന്ന് താഴ്ന്നു പോയി എന്നാണ് അതിന്റെ അർത്ഥം. ധർമ്മത്തെയും അധർമ്മത്തെയും യഥാർത്ഥ രീതിയിൽ തിരിച്ചറിയാൻ സഹായിക്കാത്ത സംശയബുദ്ധിയാണ് രജോ ഗുണത്തിലുള്ള ബുദ്ധി എന്ന് പറയുന്നത്. ഇനി ബുദ്ധി തമോഗുണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നേരെ വിപരീതമായിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ധർമ്മത്തെയും അധർമ്മത്തെയും സംബന്ധിച്ച കാര്യങ്ങൾ ശരിയായ രീതിയിൽ ഒരിക്കലും അവർക്ക് തമോഗുണബാധിതരായവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവരുടെ ബുദ്ധി തിരിഞ്ഞുപോയി. അപ്പോഴെന്താണ് അവർ മനസ്സിലാക്കുന്നത്? അധർമ്മം ധർമ്മമിതിയാമന്യതേ തമസാവൃതാം. തമോഗുണത്തിൽ പോയി കഴിഞ്ഞാൽ അധർമ്മത്തെയാണ് അവർ ധർമ്മമായിട്ട് മനസ്സിലാക്കുന്നത്. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അത് ഞാൻ ചെയ്യേണ്ടതാണ് എന്നുള്ള നിലവാരത്തിൽ അവർ ചിന്തിക്കുന്നു. അധർമ്മം ധർമ്മമിതി, ഇതെന്റെ ധർമ്മമാണ്, അല്ലെ? മറ്റു ജീവികളെ കൊതു തിന്നുന്നത് ചെയ്യാൻ പാടില്ലാത്ത കർമ്മമാണ്, പക്ഷെ അതെന്റെ ധർമ്മമാണ്, അതെന്റെ ധർമ്മത്തിന്റെ ഭാഗമാണ്, എന്റെ മതപരമായിട്ടുള്ള കാര്യമാണ് എന്നവർ വിചാരിക്കും. അത് തമസ്സിനാൽ ആവൃതമായിട്ടുള്ള, തമസ്സുകൊണ്ട് മൂടപ്പെട്ടിട്ടുള്ള ബുദ്ധിയാണ് എന്നാണ് പറയുന്നത്. ബുദ്ധി പൂർണ്ണമായിട്ടും തമസ്സിനാൽ മൂടപ്പെട്ടു. അപ്പോൾ ധർമ്മത്തെ അധർമ്മമായിട്ട് വിചാരിക്കും. ധർമ്മത്തെ മാത്രമല്ല, എല്ലാ കാര്യങ്ങളും അവർ വിപരീതമായിട്ടാണ് മനസ്സിലാക്കുന്നത്. സർവാർത്ഥാൻ വിപരീതാംശം, എല്ലാം വിപരീതമായിട്ട് മനസ്സിലാക്കണം. ശരിയായിട്ട് കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവരിൽ മിക്കവാറും ഉണ്ടാകുന്നത് എന്താണ്? തെറ്റിദ്ധാരണകളാണ് ഉണ്ടാകുന്നത്. യഥാർത്ഥ അവസ്ഥയെക്കുറിച്ച് അവർക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അവരുടെ മനസ്സിലുള്ള ഊഹാപോഹങ്ങൾ ശരിയാണ് എന്ന് അവർ ദൃഢമായിട്ട് വിശ്വസിക്കും. എന്നിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കും. മറ്റുള്ളവർ ശരിയായിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും അവരത് സ്വീകരിക്കുന്നില്ല, അല്ലെ? സത്തുക്കൾ കണ്ടു ശിക്ഷിച്ചു ചൊല്ലുമ്പോൾ ശത്രുവെ പോലെ ക്രുദ്ധിക്കുന്നു ചിലർ. ഉദാഹരണം പറയാം, ബുദ്ധി ആസുരികമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തമോഗുണം കൊണ്ട് മൂടിക്കഴിഞ്ഞാൽ, മറ്റുള്ളവർക്ക് നല്ലത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് അത് സ്വീകരിക്കാൻ സാധിക്കുന്നില്ല. കാരണം എന്താണ്? ബുദ്ധി തമസ്സുകൊണ്ട് മൂടിപ്പോയി. മന്യതയെ തമസാവൃത, തമസ്സുകൊണ്ട് മൂടിപ്പോയി. അപ്പോൾ വിപരീതമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അതിനുശേഷം ഒരു വ്യക്തി എടുക്കുന്ന തീരുമാനങ്ങൾ, നിശ്ചയം, ദൃഢനിശ്ചയം, ആ നിശ്ചയങ്ങളും 3 വിഭാഗത്തിലുണ്ട് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ധൃതിയെ 3 വിഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ധൃതി എന്ന് പറയുന്നത് ഒരു വ്യക്തി എടുക്കുന്ന തീരുമാനങ്ങളാണ്. ആ ധൃതിയുടെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഒരു തീരുമാനമെടുക്കുന്നത്. അത് ചെയ്യാം, അത് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തീരുമാനിക്കുന്നു. അപ്പോൾ ബുദ്ധി ഉപദേശിക്കും, തീരുമാനമെടുക്കുന്നത് ധൃതിയാണ്. സാത്വികമായിട്ടുള്ള ധൃതിയെ കുറിച്ച് എന്താണ് ഭഗവാൻ പറയുന്നത്? ധൃത്യാ യയാ ധാരയതേ മനഃപ്രാണേന്ദ്രിയ ക്രിയാഃ യോഗേന അഭ്യഭിചാരിണ്യ ധൃതിസാ പാർത്ഥ സാത്വികി. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും പ്രാണനെയും നിയന്ത്രിക്കാൻ എടുക്കുന്ന ധൃതിയാണ്, തീരുമാനമാണ്
സാത്വികമായിട്ടുള്ള ധൃതി എന്നാണ് പറയുന്നത്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ നമ്മളെ സഹായിക്കുന്ന ആ ധൃതി, ഭൗതിക വിഷയങ്ങളിൽ നിന്ന് പിന്തിരിയാൻ നമ്മളെ സഹായിക്കുന്ന ആ ധൃതി, ആ നിശ്ചയമാണ് സാത്വികമായിട്ടുള്ള നിശ്ചയം എന്നത്. അതിനുവേണ്ടി അവരെന്ത് ചെയ്തിട്ടുണ്ടാവും? പല നിയമങ്ങളും അനുസരിക്കുന്നുണ്ടാവും, യോഗ പ്രക്രിയകളൊക്കെ അനുസരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഭഗവാന്റെ നാമജപം ചെയ്യുന്നുണ്ടാവും. അങ്ങനെ യോഗാഭ്യാസം കൊണ്ട് നിയന്ത്രിതമാകാൻ സഹായിക്കുന്ന നിശ്ചയമാണ് സാത്വികമായിട്ടുള്ള നിശ്ചയം എന്നാണ് പറയുന്നത്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് സാത്വികമായിട്ടുള്ള തീരുമാനമാണ്. ഇന്ദ്രിയങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ അനുവദിക്കുന്നത് സാത്വികമായിട്ടുള്ള തീരുമാനമല്ല, അത് രജോഗുണത്തിലുള്ള തീരുമാനമാണ് എന്നാണ് പറയുന്നത്. 34ാമത്തെ ശ്ലോകത്തിൽ പറയും, യയാതു ധർമ്മകാമാർത്ഥാൻ ധൃത്യാ ധാരയതേ അർജുന പ്രസംഗേന ഫലാകാംക്ഷി ധൃതിസാ പാർത്ഥ രാജസി. ഈ ഭൗതിക ലോകത്തെ ആസ്വദിക്കാം, അതിനുവേണ്ടി ഒരുപാട് കർമ്മഫലങ്ങൾ ആവശ്യമാണ്, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യാം എന്ന് തീരുമാനിക്കുന്ന ധൃതി, അത് രജോഗുണത്തിലുള്ള ധൃതിയാണ്. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാനുള്ള തീരുമാനമെടുക്കുന്നത് സാത്വികമായിട്ടുള്ള ധൃതിയാണ്. ഈ ഭൗതിക ലോകത്തിലുള്ള ഭൗതിക സുഖങ്ങൾ, ഇന്ദ്രിയ സുഖങ്ങൾ ആസ്വദിക്കാം, അതിനുവേണ്ടി പ്രവർത്തിക്കാം എന്ന് തീരുമാനിക്കുന്നത് രജോഗുണത്തിലുള്ള ധൃതിയാണ് എന്ന് പറഞ്ഞു. ഇനി തമോഗുണത്തിലാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ പ്രത്യേകിച്ച് തീരുമാനമൊന്നും എടുക്കുന്നില്ല, പൂർണ്ണമായിട്ടും ഇന്ദ്രിയങ്ങളുടെ കീഴ്പ്പെട്ട് ജീവിക്കുന്നതാണ് തമോഗുണത്തിലുള്ള ധൃതി എന്ന് പറയും. യയാ സ്വപ്നം ഭയം ശോകം വിഷാദം മതമേവച ന വിമുഞ്ചതി ദുർമേധ ധൃതി സാ പാർത്ഥ താമസി. ദുർമേധ, ബുദ്ധി പൂർണ്ണമായിട്ടും നശിച്ചു കഴിഞ്ഞു, ബുദ്ധി ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നില്ല, ദുർമേധ. ആ ദുർമേധസ്സിൽ ധൃതിക്കും കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അത് ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുന്നു. ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? സ്വപ്നം ഭയം ശോകം വിഷാദം മതം ഏവച്ച. സ്വപ്നം കാണാം, കൂടുതൽ ഉറങ്ങുന്നത്, പിന്നെ ശരീരത്തിനെ നിലനിർത്താൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നത്, ശാരീരികമായിട്ടുള്ള ദുഃഖങ്ങളിൽ വികാരം കൊള്ളുന്നത്, ഇതിലൊക്കെ പെട്ട് അങ്ങനെ പോകും. അവര് ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി അവർക്ക് പ്രത്യേകിച്ച് ഒരു തീരുമാനമെടുത്ത് പ്രവർത്തിക്കാനൊന്നും സാധിക്കുന്നില്ല. ധൃതി പൂർണ്ണമായിട്ടും മൂടപ്പെട്ടിരിക്കുകയും തമസ്സുകൊണ്ട് മൂടപ്പെട്ടിട്ടുള്ള അവസ്ഥയാണ്. ഇതാണ് സാത്വികമായിട്ടും രാജസികമായിട്ടും തമോ ഗുണത്തിൽപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള ധൃതികൾ. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ എടുക്കുന്ന തീരുമാനം സാത്വികമായിട്ടുള്ള ധൃതിയാണ്. ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് ഈ ഭൗതിക ലോകത്തെ ആസ്വദിക്കാം എന്ന് തീരുമാനിക്കുന്നത് രജോഗുണത്തിലുള്ള ധൃതിയാണ്. പൂർണ്ണമായിട്ടും ശരീരത്തിന് കീഴടക്കി കൃത്യമായിട്ടൊരു തീരുമാനമെടുക്കാൻ സാധിക്കാതെ മുന്നോട്ട് പോകുന്നത് തമോ ഗുണത്തിലുള്ള ധൃതിയാണ്. അപ്പോൾ അതിനുശേഷം ഭഗവാൻ സുഖങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ജീവാത്മാവ് ശരീരത്തിൽ അനുഭവിക്കുന്ന സുഖാനുഭവങ്ങൾ, അതും സാത്വികവും രാജസികവും തമോ ഗുണത്തിലുള്ളതും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാത്വികമായിട്ടുള്ള സുഖത്തെ കുറിച്ച് ഭഗവാൻ എന്താണ് പറയുന്നത്? 37ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, യത് തദഗ്രേ വിഷമിവ പരിണാമേ അമൃതോപമം തത് സുഖം സാത്വികം പ്രോക്തം ആത്മബുദ്ധി പ്രസാദം. ആത്മീയ ബുദ്ധിയെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള സുഖമാണ് സാത്വികമായിട്ടുള്ള സുഖം എന്നാണ് പറയുന്നത്. ആത്മീയമായിട്ട് ഉയരാൻ നമ്മളെ സഹായിക്കുന്ന ആ തരത്തിലുള്ള സുഖം, അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നു. അതിൽ എന്താണ്? ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും, മനസ്സിന് കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നും. ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, അഭ്യസിക്കുന്ന സമയത്ത് ആദ്യം ഇത് വലിയ പ്രയാസമാണ്, എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, നാമം ജപിക്കുന്ന സമയത്ത് എനിക്ക് ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നു മനസ്സിൽ. നാമം ജപിക്കാനിരിക്കുമ്പോഴാണ് അടുക്കളയിലെ കാര്യങ്ങൾ ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ ഓർമ്മ വരുന്നത്, അല്ലെങ്കിൽ ഉറക്കം വരുന്നത്. ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടായിട്ടുള്ളൂ. പക്ഷെ പിന്നീട് അത് വളരെ ഈസി ആയിട്ട് മാറും. അത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറും.
അത് വളരെ സുഖമായിട്ട് നമുക്ക് സമാധാനം നൽകുന്നതായിട്ട് പിന്നീടാണ് മനസ്സിലാക്കുന്നത്. ആദ്യം തന്നെ അങ്ങനെ ആ സുഖം കിട്ടുന്നില്ല, പിന്നീടാണ് അത് ലഭിക്കുന്നത്. പ്രാക്ടീസ് ചെയ്തിട്ടാണ് ലഭിക്കുന്നത്. അഭ്യാസേനത് കൗന്ദയ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 6ാമത്തെ അധ്യായം. അപ്പൊ പ്രാക്ടീസിലൂടെ സുഖമായിട്ട് മാറുന്നത്. ആദ്യം വിഷമമായിട്ട് തോന്നും, പിന്നീട് മനസ്സിന് സുഖം നൽകുന്നത്, ആത്മീയമായിട്ട് ഉയർച്ച നൽകുന്നത്. അത്തരത്തിലുള്ള സുഖമാണ് സാത്വികമായിട്ടുള്ള സുഖമായിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. രജഗുണത്തിലുള്ള സുഖം എന്താണ്? വിഷയേന്ദ്രിയ സംയോഗ യത്തദഗ്രേ അമൃതോപമം പരിണാമേ വിഷമിവ തത് സുഖം രാജസംസ്കൃതം. ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളുമായിട്ട് ചേരുന്ന സമയത്ത് താൽക്കാലികമായിട്ടുള്ള ഒരു സുഖം അനുഭവിക്കുന്നു. ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ വിഷയങ്ങളുണ്ട്. കണ്ണിന് കാഴ്ച, ചെവിക്ക് കേൾവി, മൂക്കിന് ഗന്ധം, നാക്കിന് രുചി, ത്വക്കിന് സ്പർശം എന്ന് പറഞ്ഞിട്ട് ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ വിഷയങ്ങൾ. ആ വിഷയം അനുഭവിക്കുന്ന ആ സമയത്ത് ഒരു താൽക്കാലികമായിട്ടുള്ള ഇന്ദ്രിയ സുഖം ഉണ്ടാകും. ആ ഇന്ദ്രിയ സുഖമാണ് സുഖം എന്ന് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഇന്ദ്രിയ സുഖം അനുഭവിക്കുന്നതാണ് രജോ ഗുണത്തിലുള്ള സുഖം എന്ന് പറയുന്നത്. പക്ഷെ എന്ത് സംഭവിക്കും? കുറച്ചു കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധിമുട്ടുണ്ടാകും. അതിനുവേണ്ടി ഒരുപാട് ക്ലേശങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും. സ്വല്പമായിട്ടുള്ള കുറച്ച് താൽക്കാലികമായിട്ടുള്ള ഒരു ഇന്ദ്രിയ സുഖം ലഭിക്കുന്നതിന് വേണ്ടി വളരെയധികം യത്നിക്കേണ്ടി വരും, പ്രയത്നിക്കേണ്ടി വരും. അത് അങ്ങനെയാണ് പ്രകൃതി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന്റെ ക്ലേശങ്ങളൊക്കെ പിന്നീട് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ആദ്യം സുഖം പോലെ തോന്നും, പിന്നീടാണ് അതിന്റെ ദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. അങ്ങനെയുള്ള സുഖത്തിനെയാണ് പരിണാമേ വിഷമിവ, പിന്നീട് അത് വിഷമമായിട്ട് മാറും, ദുഃഖമായിട്ട് മാറും. അങ്ങനെയുള്ള സുഖങ്ങളെ രജോ ഗുണത്തിലുള്ള സുഖമായിട്ടാണ് ഭഗവാൻ പറയുന്നത്. ഈ തമോ ഗുണത്തിലുള്ള സുഖത്തെ കുറിച്ച് പറയുന്നത്, തമോ ഗുണത്തിൽ യഥാർത്ഥത്തിൽ എവിടെയും സുഖമില്ല. അത് അനുഭവിക്കുമ്പോഴോ അല്ലെങ്കിൽ അനുഭവിച്ചതിന് ശേഷമോ ഒന്നും എന്തില്ല, സുഖമില്ല. പക്ഷെ അദ്ദേഹത്തിനൊരു സുഖമാണെന്നുള്ളത് തോന്നലാണ്. സുഖമുണ്ട്, ഇതെന്തോ ഒരു സുഖമാണ് എന്ന് തോന്നുന്നതിനെയാണ് തമോ ഗുണത്തിലുള്ള സുഖമായിട്ട് പറയുന്നത്. സുഖം മോഹനമാക്കാൻ, അതൊരു മോഹം, ഇല്യൂഷൻ, തെറ്റിദ്ധാരണയിൽ സുഖമുണ്ടെന്ന് തോന്നുന്നതാണ്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോഴോ ഉപയോഗിച്ചു കഴിഞ്ഞതിന് ശേഷമോ യഥാർത്ഥത്തിൽ സുഖം അല്ല അനുഭവിക്കുന്നത്. അത് ജീവാത്മാവ് അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു കഴിഞ്ഞാലും അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവാത്മാവ്. അതിന്റെ പ്രത്യാഘാതങ്ങളാണ് അനുഭവിക്കുന്നത്. പക്ഷെ ആ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുമ്പോൾ അത് സുഖമായിട്ട് അത് തെറ്റിദ്ധരിക്കുന്നു. സുഖം മോഹനമാത്മന, ഇത് സുഖമാണ്, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് സുഖമാണ് എന്നങ്ങനെ വിചാരിച്ചു. തെറ്റിദ്ധാരണയിലുള്ള സുഖം, യഥാർത്ഥത്തിൽ സുഖമില്ല, പക്ഷെ അതൊരു സുഖമാണെന്ന് വിചാരിച്ച് ബുദ്ധി നഷ്ടപ്പെട്ട രീതിയിലുള്ള സുഖം, അതാണ് തമോഗുണത്തിലുള്ള സുഖമായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ സമയത്തെ നശിപ്പിക്കുന്ന തരത്തിലുള്ള സുഖം, നിദ്രാലസ്യ പ്രമാദോത്തം, നിദ്ര, ഉറക്കത്തിൽ സുഖമുണ്ടെന്ന് വിചാരിക്കുന്നത്. കൂടുതൽ ഉറങ്ങിക്കഴിഞ്ഞാൽ സുഖമായി എന്ന് വിചാരിക്കും. ആവശ്യത്തിന് ഉറങ്ങണം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഉറക്കം വേണം, അല്ലെങ്കിൽ നമുക്ക് ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. പക്ഷെ കൂടുതൽ സമയം 12 മണിക്കൂർ ഉറങ്ങുന്നത്, 15 മണിക്കൂർ ഉറങ്ങുന്നതൊക്കെ സുഖമായിട്ട് ചില ആളുകൾ വിചാരിക്കും. അത് തമോ ഗുണത്തിലുള്ള സുഖമാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ സമയത്തെ അപഹരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെറ്റിദ്ധാരണയിൽ സുഖമുണ്ട് എന്ന് വിചാരിച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്, ഇതൊക്കെ തമോ ഗുണത്തിലുള്ള സുഖമായിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന വ്യത്യസ്ത കാര്യങ്ങളെ, ഒരു മനുഷ്യന്റെ ആന്തരികമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ഭഗവാൻ സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അനുസരിച്ച് വിഭജിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. കർമ്മം, കർത്താവ്, അതേപോലെ ജ്ഞാനം. ഇപ്പോൾ നേരത്തെ ഭഗവാൻ യജ്ഞം, ദാനം, തപസ്, ആഹാര രീതി, ഇതിനൊക്കെ ഭഗവാൻ സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അനുസരിച്ച് വിഭജിച്ച് പറഞ്ഞു തന്നു. ഇപ്പോൾ നമ്മള് ബുദ്ധി, ധൃതി, സുഖം, ഇതും 3 തരത്തിൽ ഭഗവാൻ വിഭജിച്ച് പറഞ്ഞു തന്നു.
ഇത് എല്ലാ ജീവജാലങ്ങൾക്കും ബാധകമാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള 14 ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും, ഉറുമ്പ് മുതൽ ബ്രഹ്മാവ് വരെയുള്ള എല്ലാ ജീവികൾക്കും ഇത് ബാധകമാണ് എന്നാണ് പറയുന്നത്. 14 ലോകത്തിൽ ഈ സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അടിമപ്പെടാതെ ആരുമില്ല. എല്ലാവരും ഈ സത്വരജസ്തമോ ഗുണങ്ങളിലുള്ള സ്വഭാവങ്ങൾക്കനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഒരു വ്യക്തിയുടെ സ്വഭാവം രൂപീകരിക്കുന്നത് ഈ സത്വരജസ്തമോ ഗുണങ്ങളാണ്. സത്വരജസ്തമോ ഗുണങ്ങളുടെ ആ മിക്സ്ചർ, അതിന്റെ പ്രത്യേക ഒരു അനുപാതം അനുസരിച്ചാണ് ഒരു വ്യക്തിയുടെ സ്വഭാവം രൂപം കൊള്ളുന്നത്. ഒരു വ്യക്തിയിൽ എത്ര സാത്വിക ഗുണമുണ്ടോ, എത്ര രജോ ഗുണമുണ്ടോ, എത്ര തമോ ഗുണമുണ്ടോ, അതിനനുസരിച്ചിട്ടാണ് ആ വ്യക്തി സ്വഭാവം പ്രകടിപ്പിക്കുന്നത്. ഇത് എല്ലാവർക്കും ബാധകമാണ് എന്നാണ് ഭഗവാൻ 40ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നതസ്തി പൃഥിവ്യാം വാ ദിവി ദേവേഷു വാ പുനഃ സത്വം പ്രകൃതി ചേർമുക്തം യഥേവിസ്യ ത്രിഭിർഗുണം. എല്ലാ ജീവജാലങ്ങളും ഈ സപ്തരജസ്തമോ ഗുണങ്ങൾക്ക് അനുസരിച്ചുള്ള സ്വഭാവങ്ങളാണ് പ്രകടിപ്പിക്കുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അത് ഏത് ജീവിയാണെങ്കിലും, നമ്മൾ കാണുന്നതും കാണാത്തതുമായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളും അങ്ങനെ തന്നെയാണ്. അതിൽ നിന്ന് അപവാദമായിട്ട്, എക്സെപ്ഷൻ ആയിട്ട് ആരുമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ദേവന്മാർ പോലും അതിൽ നിന്നും മുക്തരല്ല. ദേവന്മാരും സപ്തരജസ്തമോ ഗുണങ്ങൾക്ക് അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഇവിടെ ഭഗവാൻ 40ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. നതസ്തി പൃഥിവ്യാം വാ ദിവി ദേവേഷു വാ പുനഃ. ഈ പൃഥ്വിയിലോ അല്ലെങ്കിൽ ദിവി ആകാശത്തിലോ ദേവന്മാരിലോ ദേവേഷു വാ പുനഃ സത്വം പ്രകൃതി ചേർമുക്തം യഥേവിസ്യ ത്രിഭിർഗുണം. പ്രകൃതി ഗുണങ്ങളിൽ നിന്ന് മുക്തരായി പ്രവർത്തിക്കുന്ന ആരുമില്ല. പ്രകൃതി ക്രിയമാണ്. പ്രകൃതിയാണ് ഒരു വ്യക്തിയുടെ സ്വഭാവവും ഒരു വ്യക്തിയുടെ കർമ്മങ്ങളും തീരുമാനിക്കുന്നത് എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മളൊക്കെ വിചാരിക്കും ഞാൻ സ്വതന്ത്രനാണ്, എനിക്ക് ഇഷ്ടം പോലെ പ്രവർത്തിക്കാം, ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പ്രവർത്തിക്കുന്നത് എന്ന് വിചാരിക്കുന്നത് പോലും ഓരോ ഗുണത്തിലുള്ള പ്രവർത്തനമാണ് അല്ലെ. രജോ ഗുണം കൂടുമ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് ഞാനാണ് പ്രവർത്തിക്കുന്നത്. അഹങ്കാര വിമൂഢാത്മ കർത്താഹം ഇതി മന്യതേ. പക്ഷെ നമ്മളെ പ്രകൃതി ഗുണങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് കൺട്രോൾ ചെയ്യുന്നു, നമ്മളെ നിയന്ത്രിക്കുന്നു. അതിനനുസരിച്ചിട്ടാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരുടെയും സ്വഭാവം രൂപീകരിക്കപ്പെടുന്നതും ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള കർമ്മങ്ങൾ ഉണ്ടാകുന്നതും ഈ സപ്തരജസ്തമോ ഗുണങ്ങൾക്ക് അനുസരിച്ചിട്ടാണ്. അത് നമ്മുടെ ഇഷ്ടമല്ല. ആ സാത്വിക ഗുണത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾക്ക് ഒന്ന് ഇഷ്ടപ്പെടും. അതേ നമ്മൾ തന്നെ രജോ ഗുണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് നേരത്തെ ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല, അത് ഇഷ്ടമല്ലാതാകും. തമോ ഗുണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടങ്ങളും കർമ്മങ്ങളും ഒക്കെ മാറും. അപ്പൊ നമ്മൾ ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ ആ ഗുണം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളും നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ സ്വഭാവങ്ങളും നമ്മുടെ രീതികളും എല്ലാം മാറും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സ്വഭാവങ്ങളെ ഭഗവാൻ 4ആയിട്ട് പറയുന്നുണ്ട്. സത്വരജസ്തമോ ഗുണങ്ങൾക്ക് അനുസരിച്ച് ഒരു വ്യക്തി പ്രകടിപ്പിക്കുന്ന സ്വഭാവത്തിനെ 4ആയിട്ട് ഭഗവാൻ പറയുന്നത്. സമൂഹത്തിൽ 4 തരം സ്വഭാവങ്ങളാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അത് ജാതിയല്ല, സ്വഭാവത്തെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. 41ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ 4 തരം സ്വഭാവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതാണ് നമ്മൾക്ക് വായിക്കാനുള്ള ശ്ലോകം. ബ്രാഹ്മണ ക്ഷത്രിയ വിശാം ശൂദ്രാണാം ച പരന്തപ കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രകൃതയെ ഗുണ. ഗുണങ്ങൾ അനുസരിച്ച് ഉണ്ടാകുന്ന സ്വഭാവത്തെ 4ആയിട്ട് പ്രവിഭക്താനി വിഭജിക്കാം. വളരെ വ്യക്തമായിട്ട് നമ്മൾക്ക് വിഭജിക്കാം എന്നാണ് ഭഗവാൻ പറയുന്നത്. അതായിരിക്കണം ബ്രാഹ്മണ സ്വഭാവം, ക്ഷത്രിയ സ്വഭാവം, ശൂദ്ര സ്വഭാവം, വൈശ്യ സ്വഭാവം. ഇങ്ങനെ 4ആയിട്ട് വിഭജിക്കാം എന്നാണ് പറയുന്നത്. നമുക്ക് 41ാമത്തെ ശ്ലോകം വായിക്കാം. 41 അതേപോലെ 41 മുതൽ 44 വരെ വായിക്കാം. അതിൽ ഈ 4 സ്വഭാവങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതിനുശേഷം നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം. 41 മുതൽ 44 വരെയുള്ള ശ്ലോകങ്ങളും വിവർത്തനം വായിച്ചോളൂ. അതിനുശേഷം ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി. യെസ്, ഗീത മാതാജി വായിച്ചു.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ബ്രാഹ്മണ ക്ഷത്രിയ വിശാം ശൂദ്രാണാം ച പരം തപ കർമാണി പ്രവിഭക്താനി സ്വഭാവപ്രഭവൈ ഗുണൈ ശമോദമസ്തപ ശൗചം ശാന്തിരാർജവമേവ ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം ശൗര്യം തേജോധൃഷ്ടാക്ഷ്യം യുദ്ധേ ചാപ്യ പലായനം ദാനമീശ്വരഭാവശ്ച ക്ഷാത്രം കർമ്മ സ്വഭാവജം കൃഷിഗോരക്ഷ്യ വാണിജ്യം വൈശ്യകർമ്മ സ്വഭാവജം പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാപി സ്വഭാവജം. ഭാവാർത്ഥം. ഹേ ശത്രുജ്ഞനായ അർജുന, ബ്രാഹ്മണനെയും ക്ഷത്രിയനെയും വൈശ്യനെയും ശൂദ്രനെയും തിരിച്ചറിയുന്നത് ത്രിഗുണങ്ങളെ ആധാരമാക്കി ഉണ്ടാകുന്ന സ്വഭാവ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ശാന്തത, ആത്മസംയമനം, തപസ്, വിശുദ്ധി, ക്ഷമ, സത്യസന്ധത, ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യം എന്നിവയാണ് ബ്രാഹ്മണരുടെ പ്രവൃത്തികളുടെ ഗുണവിശേഷങ്ങൾ. പരാക്രമം, ബലം, ദൃഢനിശ്ചയം, നൈപുണ്യം, യുദ്ധത്തിൽ ധൈര്യം, ഔദാര്യം, നേതൃത്വം എന്നിവയത്രേ ക്ഷത്രിയരുടെ പ്രവൃത്തികളുടെ സ്വാഭാവിക ഗുണങ്ങൾ. കൃഷി, ഗോരക്ഷ, വ്യാപാരം എന്നിവ വൈശ്യർക്ക് സ്വാഭാവികങ്ങളായ കർമ്മങ്ങളത്രേ. ശൂദ്രരുടേത് അധ്വാനവും മറ്റുള്ളവരെ പരിചരിക്കലുമാകുന്നു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ഗീതമാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ ഭഗവാൻ വിഭജിച്ച് പറയുന്നത് സ്വഭാവത്തെയും കർമ്മത്തെയുമാണ്. കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭവേ ഗുണ എന്നാണ് പറയുന്നത്. കർമ്മത്തെ വിഭജിക്കാം. എങ്ങനെയാണ്? സ്വഭാവം അനുസരിച്ച്. ആ സ്വഭാവം എവിടെ നിന്നാണ് വരുന്നത്? സ്വഭാവ പ്രഭവേ ഗുണ. സ്വഭാവത്തിന്റെ പ്രഭവം, സ്വഭാവത്തിന്റെ ഉറവിടം എവിടെ? എന്താണ്? ഗുണമാണ്. സത്വഗുണമോ രജോ ഗുണമോ തമോ ഗുണമോ. സത്വഗുണത്തിൽ ഇരിക്കുന്ന സമയത്ത് സാത്വികമായിട്ടുള്ള സ്വഭാവം ഉണ്ടാകും. സാത്വികമായിട്ടുള്ള സ്വഭാവം ഉണ്ടാകുന്ന സമയത്ത് സാത്വികമായിട്ടുള്ള കർമ്മങ്ങൾ ഒരു വ്യക്തി ചെയ്യും. അപ്പോൾ ആ വ്യക്തിക്ക് സാത്വികമായിട്ടുള്ള കർമ്മങ്ങളാണ് സ്വാഭാവികമായിട്ടുള്ള കർമ്മങ്ങൾ. അതിനാണ് സ്വാഭാവികമായിട്ടുള്ള കർമ്മം എന്ന് പറയുന്നത്. സ്വഭാവത്തിൽ നിന്നുണ്ടാകുന്ന കർമ്മങ്ങൾ. അപ്പൊ ഇതിന്റെയൊക്കെ ഉറവിടം എവിടെയാണ്? ഉറവിടം ഗുണമാണ് എന്നാണ് പറയുന്നത്. സ്വഭാവ പ്രഭവേ ഗുണ. ഒരു വ്യക്തി ഏത് ഗുണത്തിലാണോ ഇരിക്കുന്നത് അതിനനുസരിച്ച് ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടാകും. ഗുണമാണ് സ്വഭാവത്തെ നിർണയിക്കുന്നത്. ഗുണമാണ് സ്വഭാവത്തെ തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മുടെ സ്വഭാവം പെർമനന്റ് അല്ല. നമ്മുടെ സ്വഭാവം മാറാം അല്ലെ? ഒരു ദിവസത്തിൽ തന്നെ നമ്മൾ പല വിധത്തിലുള്ള സ്വഭാവം കാണിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് സ്വഭാവം മാറുന്നത്? ഗുണം മാറുന്നത് കൊണ്ടാണ് സ്വഭാവം മാറുന്നത്. സ്വഭാവം മാറുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന കർമ്മവും മാറും. ചില വ്യക്തികളിൽ ചില ഗുണങ്ങൾ കൂടുതലായിട്ട് കാണാറുണ്ട്. ഒരു ഗുണത്തിന്റെ പ്രഭാവം ഒരു വ്യക്തിയിൽ കൂടുതലായിരിക്കും. ചില വ്യക്തികളിൽ സാത്വിക ഗുണത്തിന്റെ പ്രഭാവമായിരിക്കും കൂടുതലായിട്ടുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ആ വ്യക്തിയെ സാത്വികൻ എന്ന് വിളിക്കും. പക്ഷെ ആ വ്യക്തിയിൽ മറ്റു ഗുണങ്ങളുമുണ്ട്. തമോ ഗുണവുമുണ്ട്, രജോ ഗുണവുമുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ആ വ്യക്തി പ്രഭാവം കൊണ്ട് തമോ ഗുണത്തെയും രജോ ഗുണത്തെയും വർദ്ധിപ്പിക്കാൻ അദ്ദേഹം വർദ്ധിക്കുന്നത് തടയും. അത് അദ്ദേഹത്തിന് സാധിക്കും. അപ്പോൾ അദ്ദേഹം സാത്വിക സ്വഭാവം പ്രകടിപ്പിക്കും. പക്ഷെ അദ്ദേഹത്തിൽ മറ്റു രണ്ട് ഗുണങ്ങളും ഉണ്ടാകും. രജോ ഗുണവും ഉണ്ടാകും, തമോ ഗുണവും ഉണ്ടാകും. പക്ഷെ രജോ ഗുണവും തമോ ഗുണവും വർദ്ധിക്കുന്ന സമയത്ത് സാത്വിക ഗുണം കൊണ്ട് അതിനെ നിയന്ത്രിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. അതുകൊണ്ട് അദ്ദേഹം സാത്വികമായിട്ടുള്ള സ്വഭാവമാണ് പ്രകടിപ്പിക്കുന്നത്. സാത്വികമായിട്ടുള്ള കർമ്മങ്ങളാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആ സ്വഭാവത്തിനനുസരിച്ച് ഓരോ കർമ്മങ്ങൾ രൂപം കൊള്ളുന്നുണ്ട്. ആ കർമ്മത്തെ ഭഗവാൻ വിഭജിച്ച് പറയുന്നത്.
ഇതൊരിക്കലും ഒരു ജാതിയെ കുറിച്ചല്ല പറയുന്നത്. ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ഗുണത്തെയും ഗുണത്തിനനുസരിച്ചിട്ടുള്ള സ്വഭാവത്തിൽ നിന്നുണ്ടാകുന്ന കർമ്മത്തെയും കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. സാത്വിക ഗുണം കൂടുന്നതിനനുസരിച്ച് സാത്വികമായിട്ടുള്ള സ്വഭാവം ഉണ്ടാവും. ആ സ്വഭാവത്തെ ബ്രാഹ്മണീയമായിട്ടുള്ള സ്വഭാവം എന്ന് പറയും. ആ ബ്രാഹ്മണീയ സ്വഭാവത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളെ കുറിച്ചാണ് ഭഗവാൻ എടുത്തു പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ ഒരു ബ്രാഹ്മണ സ്വഭാവത്തെ തിരിച്ചറിയാം? ആ ബ്രാഹ്മണ സ്വഭാവത്തിൽ ആ വ്യക്തി ചെയ്യുന്ന കർമ്മങ്ങൾ എന്തൊക്കെയാണ്? അത് 42ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ശമോ ദമസ്തപസ് ശൗചം ശാന്തി ആർജവം ഏവച ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജ. ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന്റെ നിയന്ത്രണം. മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും. മനസ്സ് പറയുന്നത് പോലെ പ്രവർത്തിക്കുന്നില്ല. മനസ്സ് പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ അദ്ദേഹം ശാസ്ത്രം അനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവിനെയാണ് ക്ഷമ എന്ന് പറയുന്നത്. ക്ഷമ. ദമ എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതാണ്. മനസ്സിനെ ഉള്ളിൽ ആന്തരികമായിട്ട് നിയന്ത്രിക്കുന്നു, ഇന്ദ്രിയങ്ങളെ പുറമേ നിയന്ത്രിക്കുന്നു. പുറമേ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നു, അകത്ത് മനസ്സിനെ നിയന്ത്രിക്കുന്നു. ക്ഷമ ദമ. മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവാണ് ക്ഷമ, ഇന്ദ്രിയങ്ങളെ പുറത്ത് നിയന്ത്രിക്കാനുള്ള കഴിവാണ് ദമ. പിന്നീട് തപ. വിപരീത സാഹചര്യങ്ങളിലും ഒരേപോലെ പ്രവർത്തിക്കുന്നത്, അതാണ് തപസ്. ക്ലേശങ്ങൾ അനുഭവിച്ചും തന്റെ നൈതിക കർമ്മങ്ങൾ, തന്റെ കടമകൾ നിറവേറ്റുന്നത്, അതാണ് തപസ് എന്ന് പറയുന്നത്. ക്ലേശങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണെങ്കിലും പ്രതികൂലമായിട്ടുള്ള സാഹചര്യമാണെങ്കിലും കടമകൾ മാറാതെ നിർവഹിക്കുന്നതാണ് തപസ് എന്ന് പറയുന്നത്. തപസ്. ശൗചം, ശുചിത്വം, ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും ശുചിത്വം, അല്ലെ? ഇതെല്ലാം ബ്രാഹ്മണികമായിട്ടുള്ള സ്വഭാവമാണ്. ശാന്തി, ക്ഷമാശീലം. മറ്റുള്ളവർ തന്നെ ഉപദ്രവിക്കുന്ന രീതിയിൽ പെരുമാറിയാലും അവരോട് ക്ഷമിക്കുക എന്നുള്ളത് ബ്രാഹ്മണീയമായിട്ടുള്ള സ്വഭാവമാണ്. ശാന്തി. ആർജവം. സത്യം മാറ്റമില്ലാതെ തുറന്നു പറയുക, വാസ്തവം അതേപടി അവതരിപ്പിക്കുക എന്നുള്ളതാണ് ആർജവം. മറ്റുള്ളവർക്ക് സ്വീകരിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നോട് പ്രതികൂലമായിട്ട് പെരുമാറുമോ, തനിക്ക് അപകടം ഉണ്ടാകുമോ എന്നൊന്നും നോക്കാതെ വാസ്തവത്തിനെ അതേപടി അവതരിപ്പിക്കുക എന്നുള്ളത്. ശാസ്ത്രത്തെ വളച്ചുകെട്ടില്ലാതെ നേരായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുക, അത് ബ്രാഹ്മണന്റെ വലിയ ഒരു സ്വഭാവമാണ്. ആർജവം, സത്യസന്ധത, അല്ലെ? സമൂഹത്തിൽ ബ്രാഹ്മണന്മാരില്ലെങ്കിൽ ശാസ്ത്രത്തെ അതേപടി ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. കാരണം പറയുന്ന ആൾക്ക് ബ്രാഹ്മണീയ സ്വഭാവം ഇല്ലെങ്കിൽ ആ വ്യക്തി കേൾക്കുന്ന ആളുകളുടെ താല്പര്യം അനുസരിച്ച് കാര്യങ്ങളെ വളച്ചൊടിച്ച് പറയാൻ സാധ്യതയാണ്. കേൾക്കുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല. മാംസം ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും കഴിച്ചോളൂ എന്ന് മാറ്റി പറയും, അല്ലെ? അത് ആർജവമല്ല, അത് ആർജവമില്ലായ്മയാണ്. ബ്രാഹ്മണീയമായിട്ടുള്ള സ്വഭാവം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പം വാസ്തവത്തെ അതേപടി അവതരിപ്പിക്കുന്നതാണ് ആർജവം. സത്യം തുറന്നു പറയുന്നതാണ് ആർജവം. ഭഗവാൻ ശ്രീകൃഷ്ണനാണ് പരമപുരുഷൻ എന്നാണ് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്, അല്ലെ? അതാണ് ആർജവം. നിങ്ങൾ എന്തിനു വേണമെങ്കിലും ആരാധിക്കാം എന്ന് പറയുന്നത് ആർജവമല്ല. ഭഗവാൻ പറയുന്നു ഭഗവാൻ ആരാധിക്കാൻ വേണ്ടി. അതങ്ങനെയാണ് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണോ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് അതേപടി പറഞ്ഞു കൊടുക്കുക, അതാണ് ആർജവം എന്ന് പറയുന്നത്. ബ്രാഹ്മണന്റെ ചുമതലയാണ്, ബ്രാഹ്മണന്റെ സ്വഭാവമാണ് ആർജവം എന്ന് പറയുന്നത്. ഇപ്പൊ സമൂഹത്തിൽ ബ്രാഹ്മണന്മാരില്ലെങ്കിൽ നമ്മൾക്ക് യഥാർത്ഥ ജ്ഞാനം, ശാസ്ത്രത്തിൽ എന്താണോ പറഞ്ഞത് അത് ലഭിക്കാതെ പോകും. കാരണം ആളുകൾ വ്യാഖ്യാനിച്ച് വളച്ചൊടിച്ച് കാര്യങ്ങൾ പറയും, സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കാൻ തുടങ്ങും. അത് സമൂഹത്തിൽ ബ്രാഹ്മണ സ്വഭാവമുള്ള വ്യക്തികളുടെ അഭാവമാണ് സൂചിപ്പിക്കുന്നത്. ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം. ജ്ഞാനം, ശാസ്ത്രത്തിൽ ഭഗവാനെ കുറിച്ച് ഈശ്വരനെ കുറിച്ച് എന്തൊക്കെ ആണോ പറഞ്ഞിട്ടുള്ളത് അതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്.
ആ ജ്ഞാനം ആർജിക്കാനുള്ള കഴിവ്, ശാസ്ത്രം പഠിക്കാനുള്ള കഴിവ് ബ്രാഹ്മണീയമായിട്ടുള്ള സ്വഭാവമാണ്. ജ്ഞാനം, വിജ്ഞാനം അത് പഠിക്കുക മാത്രമല്ല, ജീവിതത്തിൽ പ്രയോഗിക്കുകയും ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അതനുസരിച്ച് ജീവിക്കുന്നുണ്ട്. അതിനെയാണ് വിജ്ഞാനം എന്ന് പറയുന്നത്, അനുഭവജ്ഞാനം. വെറുതെ പഠിക്കുന്നത് വേറെ, ജീവിക്കുന്നത് വേറെ രീതിയിൽ, അങ്ങനെയല്ല. എന്താണോ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതിനെയാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. പഠിച്ചു, അത് പ്രയോഗിച്ചു, അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി, അതിനെയാണ് വിജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യം. ആസ്തിക്യം എന്ന് പറയുന്നത് ഈശ്വരനിലുള്ള വിശ്വാസം, ഭഗവാനിലും ഭഗവാന്റെ വാക്കുകളിലുള്ള വിശ്വാസം, വേദങ്ങളിലുള്ള വിശ്വാസം. വേദങ്ങൾ ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, അത് സത്യമാണ് എന്നുള്ള വിശ്വാസം. വേദത്തിൽ വിശ്വാസമില്ലാത്ത വ്യക്തി നാസ്തികനാണ്. നാസ്തി, ഈശ്വരനില്ല. ആസ്തി, ഭഗവാനുണ്ട്. അല്ലെ, അസുരികമായിട്ടുള്ള സ്വഭാവത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അസത്യം അപ്രതിഹതം ജഗതാവ് അനീശ്വരം. ഈശ്വരനൊന്നുമില്ല എന്ന് വിചാരിക്കുന്നത് എന്താണ്? ആസ്തിക്യം. ഈശ്വരനില്ല, നാസ്തി. ആസ്തിക്യമാണ് ബ്രാഹ്മണന്റെ സ്വഭാവം. ഈശ്വരനുണ്ട്, വേദങ്ങൾ ഈശ്വരന്റെ വാക്കുകളാണ്, ഭഗവത്ഗീത ഭഗവാന്റെ വാക്കുകളാണ്, നമ്മൾ അതേപടി പാലിക്കണം. അതാണ് ആസ്തിക്യം എന്ന് പറയുന്നത്, വേദങ്ങളിലുള്ള വിശ്വാസം. ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യം, ബ്രഹ്മകർമ്മ സ്വഭാവം. ഇതെല്ലാം ഒരു ബ്രാഹ്മണീയമായിട്ടുള്ള സ്വഭാവങ്ങളായിട്ട് ഭഗവാൻ വളരെ വ്യക്തമായിട്ട് എടുത്തു പറയുന്നു. ശമ, ദമ, തപ, ശൗചം, ശാന്തി, ആർജവം, ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യം. അല്ലെ, 9 സ്വഭാവങ്ങളെ കുറിച്ച് ഭഗവാൻ പറയുന്നത്. 9 അല്ലേ? ശമ, ദമ, തപ, ശൗചം, ശാന്തി, ആർജവം, ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യം, ബ്രഹ്മകർമ്മ സ്വഭാവം. ഈ 9 സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന വ്യക്തിയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ഇതിന് ജാതിയോ അല്ലെങ്കിൽ ജന്മമോ ഏതെങ്കിലും കുടുംബമോ തറവാടോ ഒന്നുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഏത് കുടുംബത്തിൽ ജനിച്ച വ്യക്തിക്കും, ഏത് തറവാട്ടിൽ ജനിച്ച വ്യക്തിക്കും, ഏത് പ്രദേശത്തിൽ ജനിച്ച വ്യക്തിക്കും ഈ സ്വഭാവങ്ങൾ ആർജിക്കാൻ സാധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ ആ സ്വഭാവം പ്രകടമാണെങ്കിൽ, ആ വ്യക്തിയെ ബ്രാഹ്മണനായിട്ട് മനസ്സിലാക്കണം. ഭഗവാന്റെ ഗീതമനുസരിച്ച്, ഭഗവാന്റെ വാക്കുകൾ അനുസരിച്ച്, ഭഗവത്ഗീത അനുസരിച്ച് ആ വ്യക്തിയെ ബ്രാഹ്മണനായിട്ട് മനസ്സിലാക്കണം. വേറെ ക്രൈറ്റീരിയ ഒന്നും, വേറെ മാനദണ്ഡങ്ങളൊന്നും ഭഗവാൻ പറയുന്നില്ല. ഈ മാനദണ്ഡമാണ് പറയുന്നത്. ക്ഷമ, ഇന്ദ്രിയ നിയന്ത്രണം ഉണ്ടായിരിക്കണം, മനോനിയന്ത്രണം ഉണ്ടായിരിക്കണം, ഇന്ദ്രിയ നിയന്ത്രണം ഉണ്ടായിരിക്കണം. തപസ്, ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയായിരിക്കണം. ശൗചം, ശാരീരികമായിട്ടും മാനസികമായിട്ടും ശുചിത്വം ഉണ്ടായിരിക്കണം. ക്ഷമ ഉണ്ടായിരിക്കണം. ശാസ്ത്രങ്ങളെ അതേപടി അവതരിപ്പിക്കണം. ആർജവം, ജ്ഞാനം, ശാസ്ത്രജ്ഞാനം ഉണ്ടായിരിക്കണം. ശാസ്ത്രം പ്രാക്ടീസ് ചെയ്യണം, ജീവിതത്തിൽ പകർത്തി അതിനനുസരിച്ച് ജീവിക്കണം. ഈശ്വര വിശ്വാസം ഉണ്ടായിരിക്കണം. വേദങ്ങളിലും ഭഗവാന്റെ വാക്കുകളിലും വിശ്വാസം ഉണ്ടായിരിക്കണം. ആസ്തിക്യം. ഈ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന വ്യക്തിയെയാണ് ഭഗവാൻ ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നത്. വേറെ ലക്ഷണങ്ങളൊന്നും ഭഗവാൻ പറയുന്നില്ല. ക്ഷമ, ദമ, തപ, ശൗചം, ശാന്തി, ആർജവം ഏവച്ച ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്യം, ബ്രഹ്മകർമ്മ സ്വഭാവം. അപ്പൊ സാത്വിക ഗുണം വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ആർക്കും ബ്രാഹ്മണീയമായിട്ടുള്ള സ്വഭാവങ്ങൾ ആർജിച്ചെടുക്കാം. അല്ലെ, ഒരു പ്രത്യേക കുടുംബത്തിൽ നമ്മൾ ജനിക്കേണ്ട ആവശ്യമില്ല ബ്രാഹ്മണനാകുന്നതിന്. ആർക്കും ബ്രാഹ്മണീയ സ്വഭാവങ്ങൾ ആർജിച്ചെടുക്കാം. എങ്ങനെയാണ്? സാത്വിക ഗുണം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും ഈ ബ്രാഹ്മണീയ സ്വഭാവങ്ങളുണ്ടാകും. അതാണ് ഇന്ദ്രിയ നിയന്ത്രണം വേണം എന്ന് പറയുന്നത്. ഇന്ദ്രിയ നിയന്ത്രണം വേണം, മനസ്സിന്റെ നിയന്ത്രണം വേണം, നമ്മൾ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കണം. അങ്ങനെ അതിൽ നമ്മൾ ഉയരുന്ന സമയത്ത് ബ്രാഹ്മണീയമായിട്ടുള്ള സ്വഭാവങ്ങൾ നമ്മൾ കാണാൻ സാധിക്കും. ഇത്രയാണ് ഭഗവാൻ ബ്രാഹ്മണീയ സ്വഭാവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. സമയമുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം. ഇപ്പോൾ പറഞ്ഞതിൽ ഇപ്പോൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഹരേ കൃഷ്ണ പ്രഭുജി. സ്മിത മതത്തിൽ പറഞ്ഞു. പ്രഭുജി, തമോ ഗുണത്തിലെ
സുഖമായിട്ട് തോന്നുന്ന അത് പറഞ്ഞത് ഒന്നുകൂടെ വ്യക്തമാക്കാവോ? തമോ ഗുണത്തിലുള്ള സുഖം. തമോഗുണത്തിൽ യഥാർത്ഥത്തിൽ സുഖമില്ല. ഒരു ബുദ്ധിയുള്ള വ്യക്തിക്ക് മനസ്സിലാകും അദ്ദേഹം സുഖമല്ല അനുഭവിക്കുന്നത്. പക്ഷേ ആ തമോഗുണത്തിലുള്ള വ്യക്തി വിചാരിക്കും ഞാൻ സുഖമായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് സുഖമാണ്, ഇത് ചെയ്യുന്ന സമയത്ത് എനിക്ക് സുഖമാണ് എന്ന് അവർ വിചാരിക്കുകയാണ്. സുഖം മോഹനമാക്കാനാണ്, അദ്ദേഹം മോഹിക്കുകയാണ്, അങ്ങനെ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഉദാഹരണമാണ് പറഞ്ഞത്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഒരു വ്യക്തി വിചാരിക്കുന്നു ഞാൻ സന്തോഷിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ സുഖിക്കുന്നു എന്ന് വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തിക്ക് അറിയാം, ഒരു വ്യക്തി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന സമയത്ത് അദ്ദേഹം സ്വയം നശിക്കുകയാണ്, അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെടുകയാണ്, അദ്ദേഹത്തിന് ശാരീരികമായിട്ടും മാനസികമായിട്ടും അതിന്റെ പ്രത്യാഘാതങ്ങളാണ് അനുഭവിക്കേണ്ടി വരുന്നത്. അത് സുഖമല്ല എന്ന് പുറമേ നിന്ന് നോക്കുന്ന വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ ഇദ്ദേഹം എന്ന് വിചാരിക്കും അത് സുഖമാണ്, ഇതില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല, ഇതാണ് എന്റെ സുഖം എന്ന് പറഞ്ഞിട്ട് ഒരു സുഖം, തെറ്റിദ്ധാരണയിലുള്ള സുഖം അനുഭവിച്ചുകൊണ്ട് പോകും. അതിനാണ് തമോഗുണത്തിലുള്ള സുഖം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഹരേ കൃഷ്ണ. പ്രഭുജി, അതുപോലെ ശാന്തി പറയുന്നത് ബാലൻസ്ഡ് സ്റ്റേറ്റ് ആണോ? എനിക്ക് ക്ലിയർ വ്യക്തമായിട്ടില്ല അത് ചോദ്യം. ശാന്തി എന്ന ഗുണങ്ങളിൽ 9 ഗുണങ്ങളിലെ ശാന്തി പറയുന്നത് ബാലൻസ്ഡ് സ്റ്റേറ്റ് ആണോ ഉദ്ദേശിക്കുന്നത്? ഹരേ കൃഷ്ണ. ശാന്തി അല്ല പറയുന്നത്, ശാന്തിയാണ്. ശാന്തി എന്ന് പറയുന്നത് ക്ഷമയാണ്, ക്ഷമാശീലം, മറ്റുള്ളവരോട് ക്ഷമിക്കുന്നതാണ് ശാന്തി. ഹരേ കൃഷ്ണ. അപ്പൊ അത് 2 വട്ടം വന്നു. ക്ഷമ ആദ്യം ഒന്ന് നമ്മൾ പറയുന്ന ക്ഷമയില് അതുണ്ടോ? ക്ഷമാദമം അത് ക്ഷമയല്ല, ഫസ്റ്റ് അത് ക്ഷമയാണ്. ഫസ്റ്റ് ക്ഷമയാണ്. ക്ഷമ. ഹരേ കൃഷ്ണ. ക്ഷമ എന്ന് പറയുന്നത് മനോനിയന്ത്രണം. ഹരേ കൃഷ്ണ. ശാന്തി ഇവിടെ പറയുന്നില്ല. ഒന്ന് ക്ഷമയും മറ്റത് ശാന്തിയുമാണ്. ശരി ശരി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുജി, ബ്രാഹ്മണിക്കൽ സ്വഭാവത്തെ കുറിച്ച് ഒന്നുകൂടി ഒന്ന് പറയുമോ? യെസ്, ബ്രാഹ്മണിക സ്വഭാവത്തിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഇനി എന്താണ് പറയേണ്ടത്? 9 സ്വഭാവം ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 9 സ്വഭാവം പറഞ്ഞു. ശമ, ദമ, തപ, ശൗചം, ശാന്തി, ആർജവം, ജ്ഞാനം, വിജ്ഞാനം, ആസ്തിക്. ക്ഷമ എന്ന് പറയുന്നത് മനസ്സിന്റെ നിയന്ത്രണമാണ്. മനസ്സിൽ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കാതിരിക്കുക, മനസ്സിനെ നിയന്ത്രിക്കുക. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കി മാത്രം പ്രവർത്തിക്കുക. ക്ഷമ, മനസ്സിന്റെ നിയന്ത്രണം. ദമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമെ ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണം. ഇന്ദ്രിയങ്ങൾ ഓരോ വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും, അതിനെ നിയന്ത്രിക്കുക. ദമ. തപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാഹചര്യങ്ങളിലും തന്റെ കടമ നിറവേറ്റുക, അല്ലെ? ആത്മീയമായിട്ടും ഭൗതികമായിട്ടുള്ള കടമകൾ നിറവേറ്റുക, അതാണ് തപസ്. ശൗചം, ശുചിത്വം പാലിക്കുക. രാവിലെ വൈകുന്നേരം അല്ലെങ്കിൽ 3 നേരം കുളിച്ച് ശുദ്ധമാകുക, അത് ശാരീരികമായിട്ടുള്ള ശുചിത്വമാണ്. വേദമന്ത്രങ്ങളൊക്കെ ചൊല്ലി അല്ലെങ്കിൽ ഭഗവാന്റെ നാമം ജപിച്ച് മനസ്സിനെ ശുദ്ധമാക്കുക, അത് ആന്തരികമായിട്ടുള്ള ശുചിത്വമാണ്. ശൗചം. ശാന്തി, മറ്റുള്ളവർ തന്നെ ഉപദ്രവിക്കുന്ന രീതിയിൽ പെരുമാറിയാലും അവരോട് ക്ഷമിക്കുക. ഞാൻ അനുഭവിക്കേണ്ടതാണ്, എന്റെ കർമ്മമാണ്, എന്റെ കർമ്മഫലമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്, എല്ലാം ഭഗവാൻ അറിയുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശ്വര വിശ്വാസത്തോടുകൂടി ക്ഷമിക്കുക, ക്ഷമാശാലിയായിട്ടിരിക്കുക. ആർജവം, എന്താണോ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് അത് ജനങ്ങൾക്ക് വളച്ചൊടിക്കാതെ അതേപടി പറഞ്ഞു കൊടുക്കുക, അതാണ് ആർജവം എന്ന് പറയുന്നത്. ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ എന്നൊന്നും നോക്കാതെ സത്യം അതേപടി, വാസ്തവം അതേപടി അവതരിപ്പിക്കുക. ആർജവം ബ്രാഹ്മണന്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവമാണ്. ജ്ഞാനം, ശാസ്ത്രജ്ഞാനം സ്വീകരിക്കാൻ സാധിക്കുക, ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക. ജ്ഞാനം, അത് ജീവിതത്തിൽ പകർത്തുക. വിജ്ഞാനം, ജീവിതത്തിൽ പകർത്തുന്നതിന് വിജ്ഞാനം എന്ന് പറയുന്നത്. ആസ്തിക്യം, ഈശ്വരനിലും വേദങ്ങളിലും വിശ്വാസം ഉണ്ടായിരിക്കുക, അത് സത്യമാണ്. വേദങ്ങളിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്
അതേപടി സത്യമാണ്, മാറ്റമില്ലാതെ സത്യമാണ് എന്ന് വിശ്വാസം ഉണ്ടായിരിക്കുക. ആ വിശ്വാസം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബ്രാഹ്മണന് വിശ്വാസമില്ലെങ്കിൽ സമൂഹത്തിൽ ആകെ വിശ്വാസമില്ലാണ്ടായി പോകും. ഒരു സമൂഹം ഈശ്വര വിശ്വാസമില്ലാതായി പോയി കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം, അതിന്റെ അർത്ഥം ആ സമൂഹത്തിൽ യഥാർത്ഥ ബ്രാഹ്മണനില്ല എന്നാണ്. ഒരു ബ്രാഹ്മണനില്ല. ബ്രാഹ്മണനില്ലാത്തത് കൊണ്ടാണ് ആ സമൂഹത്തിൽ വിശ്വാസമില്ലാത്തത്. ഈശ്വരനെ കുറിച്ച് നേരായിട്ട് പറഞ്ഞു കൊടുക്കാൻ, വിശ്വാസത്തോട് കൂടി പറഞ്ഞു കൊടുക്കാൻ ഒരാളില്ല. അതുകൊണ്ട് സമൂഹത്തിന്റെ മൊത്തം വിശ്വാസം നഷ്ടപ്പെടും. അപ്പൊ ബ്രാഹ്മണൻ എന്തുണ്ടായിരിക്കണം? ആസ്തിക്യം, ഈശ്വര വിശ്വാസം ഉണ്ടായിരിക്കണം. ഈശ്വരന്റെ വാക്കുകളിലും വേദങ്ങളിലും വിശ്വാസം ഉണ്ടായിരിക്കണം. അത് ആസ്തിക്യം എന്ന് പറയാം. ഇതാണ് ഈ 9 ഗുണങ്ങളാണ്, ഈ 9 സ്വഭാവങ്ങളാണ് ഭഗവാൻ ബ്രാഹ്മണീയമായിട്ടുള്ള സ്വഭാവമായിട്ട് പറയുന്നത്. പ്രണാമം. ഹരേ കൃഷ്ണ പ്രഭുജി. അംബിക മാതാജി പറഞ്ഞു. പ്രഭുജി, ത്രിഗുണങ്ങൾക്ക് പുറത്താണോ ബ്രാഹ്മണീയ സ്വഭാവം എന്ന് പറയുന്നത്? അത് സാത്വിക ഗുണത്തിനും പുറത്തുള്ള, നമ്മൾ പഠിക്കാറുള്ളൂ, വിശുദ്ധ സത്വഗുണത്തിൽ പെട്ടതാണോ ബ്രാഹ്മണീയം, അതോ സാത്വിക ഗുണത്തിൽ തന്നെയാണോ? ഹരേ കൃഷ്ണ. എന്താണ് നേരത്തെ ഭഗവാൻ പറഞ്ഞത്? 40ാമത്തെ ശ്ലോകത്തിൽ എന്താണ് ഭഗവാൻ പറഞ്ഞത്? തദസ്തി പൃഥിവ്യാം വാ ദിവി ദേവേഷു വാ പുനഃ സത്വം പ്രകൃതി ചേർമുക്തം യഥേതി സ്യാത് ത്രിഗുണം. ഈ ഭൂമിയിലോ ആകാശത്തോ എവിടെയും ഈ ത്രിഗുണങ്ങളിൽ നിന്ന് മുക്തനായിട്ടുള്ള ഒരു വ്യക്തിയില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല ഭഗവാൻ പറഞ്ഞു, കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭവേർ ഗുണൈ. ഗുണങ്ങൾക്കനുസരിച്ച് ഞാൻ സ്വഭാവങ്ങളെ വിഭജിച്ച് പറഞ്ഞു തരാം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. 40ാം ശ്ലോകം അല്ലെ? കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭവേർ ഗുണൈ. ഗുണത്തിനനുസരിച്ചുള്ള സ്വഭാവങ്ങളെ പറയാം എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷമാണ് ബ്രാഹ്മണീയമായിട്ടുള്ള സ്വഭാവത്തെ കുറിച്ച് പറയുന്നത്. അപ്പോൾ എന്താണ് ബ്രാഹ്മണീയമായിട്ടുള്ള സ്വഭാവം? പ്രകൃതി ഗുണങ്ങൾക്ക് ഉപരിയാണോ അല്ലെങ്കിൽ അതിന്റെ താഴെയാണോ? സാത്വിക ഗുണത്തിൽ തന്നെയല്ലേ വരും പ്രഭു? അത് പ്രകൃതി ഗുണങ്ങൾക്ക് അനുസരിച്ച് തന്നെയാണ് അല്ലെ? ഹരേ കൃഷ്ണ. പിന്നെ പ്രഭുജി, ഒരു സംശയം തോന്നുന്നത്, നമുക്ക് ഇപ്പം നോൺ വെജ് ഒക്കെ കഴിക്കുന്ന ആളുകൾ, അതായത് അതൊക്കെ തമോ ഗുണത്തിലാണല്ലോ നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനത്തെ ഭക്ഷണങ്ങൾ, സാത്വികമല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ പ്രസാദമായിട്ട് കഴിക്കുന്നത് മാത്രമായിട്ട് നമ്മൾ സാത്വിക ഗുണത്തിൽ പെടുന്നു. പക്ഷെ ഈ പ്രസാദം തന്നെയായാലും അതായത് അത് നമുക്ക് കഴിക്കാവുന്നതാണെന്നുള്ള രീതിയിൽ അതിനോട് നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളോടൊരു ഇഷ്ടം കൂടുതൽ, അത് കൂടുതലായിട്ട് കഴിക്കാനുള്ള ഒരു ഇഷ്ടം, അങ്ങനെയൊക്കെ വരുന്ന, അത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇഷ്ടങ്ങളൊക്കെ പലരും കാണിക്കുന്നുണ്ട്. ഭക്ഷണമാണ് നമ്മൾ വയറ് നിറയ്ക്കുന്നത് വരെ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാലും ചില ഭക്ഷണങ്ങളോട് നമുക്ക് അമിതമായിട്ടുള്ള ആസക്തിയൊക്കെ അങ്ങനെ എല്ലാവരിലും കണ്ടിട്ടുണ്ട്. അപ്പം അത് പക്ഷെ നമ്മളിവിടെ പഠിക്കുമ്പോൾ പറയുന്നുണ്ടല്ലോ, നമ്മുടെ വികാരങ്ങൾ നിയന്ത്രിക്കാനും, അതുപോലെ തന്നെ ഉറക്കത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞു, മണിക്കൂറുകളോളം കിടന്ന് ഉറക്കത്തിൻ്റെ ഒരു സുഖം അത് നമ്മളിങ്ങനെ അനുഭവിക്കുമ്പോൾ നമ്മൾ ഉറക്കത്തിൽ പെട്ടുപോകും പലപ്പോഴും. അപ്പൊ അതിനെയൊക്കെ നിയന്ത്രിച്ച് നിർത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടും ഒരു നിർവികാരതയിലേക്ക് പോകുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നമുക്ക് അത്രയ്ക്കൊക്കെ കൺട്രോൾ ചെയ്തിട്ട് എപ്പോഴും ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവില്ല. നമ്മൾ ഭക്തിനെ ആശ്രയിക്കണോ, ഭഗവാന്റെ നാമം ചൊല്ലണോ, അങ്ങനെ നമ്മൾ അതിനെയൊക്കെ നിയന്ത്രിച്ച് ഇങ്ങനെ കൊണ്ടുപോകണോ. പക്ഷെ സത്യത്തില് അർജുനൻ തന്നെ ചോദിക്കുന്നത് പോലെ പലപ്പോഴും മറ്റുള്ളവരുടെ കണ്ണിലായാലും നമ്മളെപ്പോഴും സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ അങ്ങനെ ഉണ്ടാവുന്നുണ്ട് പ്രഭുജി. അപ്പോൾ അത് ഓവർകം ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോഴാണ് പലരും, എനിക്ക് തോന്നുന്നു നമ്മുടെ സത്സംഗത്തിൽ തന്നെ പണ്ട് വന്നിരുന്ന പലരും ഇപ്പൊ വരുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥകള് പലരും പറഞ്ഞിട്ട് കേൾക്കുമ്പോൾ നമുക്ക് അവരോടൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മളും അതൊക്കെ അനുഭവിക്കുന്നുണ്ട്. എന്നിട്ട് പക്ഷെ നമ്മൾ നാമം ചൊല്ലും, ഇല്ലാതെ നമ്മൾ ഇങ്ങനെ തന്നെ പോകണം എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. പക്ഷെ പലരും പിന്നോട്ട് പോകുമ്പോൾ നമുക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നില്ല, അവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ അതായത് പലപ്പോഴും ഇപ്പൊ രാജർഷിമാരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഭാഗവതത്തിൽ പഠിക്കുന്നുണ്ട്, ഇതെല്ലാം അനുഭവിക്കുമ്പോഴും അവര് സ്ഥിതപ്രജ്ഞരായിട്ട്, അത് നമ്മൾ ഭഗവത്ഗീതയിലും പഠിച്ചിട്ടുണ്ട്, അങ്ങനെ അനുഭവിക്കണം എന്ന് പറയുന്നു. പക്ഷെ പ്രാക്ടിക്കലി വരുമ്പോൾ ഇതൊരു സാധാരണക്കാരനെ സംബന്ധിച്ച്, ഇപ്പൊ രജോ ഗുണത്തില് വരെ എത്തിയ ആൾക്കാരെ സംബന്ധിച്ച് പോലും അവർ തിരിച്ചു പോകുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ കാണുകയാണ്. അപ്പൊ അതിനൊക്കെ നമുക്ക് എന്താണ് പറയാൻ പറ്റുക പ്രഭുജി? എങ്ങനെയാണ് ഇത് നമുക്ക് നിയന്ത്രിക്കാനായിട്ട്, എന്തായിരിക്കും, എങ്ങനെയാണ് അവരെ സഹായിക്കാൻ പറ്റുക? ഹരേ കൃഷ്ണ.
യെസ്. ആദ്യം മദജ് പറഞ്ഞിട്ടുള്ളത് പ്രസാദത്തിനെ കുറിച്ചാണ്. നോൺ വെജ് തമോ ഗുണമാണ്, പ്രസാദം സാത്വികമാണെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ പ്രസാദം സാത്വികമല്ല, പ്രസാദം സത്വഗുണത്തിനും ഉപരിയാണ്. നമ്മൾ അങ്ങനെ നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു. സാത്വികമായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് പ്രസാദമല്ല, അത് വെജിറ്റേറിയൻ ആയിട്ടുള്ള ഭക്ഷണമാണ്. അല്ലെങ്കിൽ ആരോഗ്യത്തിനെ വർദ്ധിപ്പിക്കുന്നതും ആസ്വാദ്യകരമായിട്ടുള്ള ഭക്ഷണത്തിനെയാണ് സാത്വികമായിട്ടുള്ള ഭക്ഷണമായിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലെ? എന്താണ്? ആയു സത്വബലാരോഗ്യ സുഖ പ്രീതി വിവർത്തനം, ഇങ്ങനെയുള്ള ഭക്ഷണമാണ് സാത്വികം. പക്ഷെ അത് ഭഗവാനെ നിവേദിക്കുന്ന സമയത്ത് അത് സാത്വികമല്ല. സാത്വികമായിട്ടുള്ള ഭക്ഷണമേ നമുക്ക് ഭഗവാനെ നിവേദിക്കാൻ സാധിക്കുള്ളൂ. അതിനെ നിവേദിച്ചു കഴിഞ്ഞാൽ അത് അതീന്ദ്രിയമായിട്ടുള്ള ഭക്ഷണമാണ്, സാത്വികമായിട്ടുള്ള ഭക്ഷണമല്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഭക്തിയിലേക്ക് വന്ന് പലരും തിരിഞ്ഞു പോകുന്നുണ്ട്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ചിലപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് കിട്ടാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഭക്തിയിൽ കഠിനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് അതിൽ മുന്നോട്ട് പോകാൻ പ്രയാസം നേരിടുന്നത് കൊണ്ട് പുറകോട്ട് പോകുന്നുണ്ടാവും. അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ആളുകൾ പലതും പറയുന്ന സമയത്ത് അവർക്ക് അതിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ പുറകോട്ട് പോകുന്നുണ്ടാവും. നമ്മൾക്ക് ശരിയായിട്ടുള്ള ഒരു ഗൈഡൻസ് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മുടെ ഊഹങ്ങൾ വെച്ച് പ്രവർത്തിക്കുന്ന സമയത്താണ് മിക്കവാറും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അല്ല, ഒരു ഗുരുവിന്റെ ആവശ്യമുണ്ട്. നമ്മൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതിന് ഒരു ഗൈഡൻസ് ആവശ്യമാണ്. അതിനനുസരിച്ച് തന്നെ നമ്മൾ പ്രവർത്തിക്കണം. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇത് കഠിനമായിട്ടുള്ള തപസ്യകളൊക്കെ ഞാൻ ചെയ്യണം, എനിക്ക് ഒന്നും ഞാൻ എന്താണ് പ്രസാദം കഴിക്കുന്നതിൽ പോലും എനിക്ക് വിരക്തി ഉണ്ടാകണം, അല്ലെ, പ്രസാദത്തിൽ ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അത് ഉപേക്ഷിക്കണം എന്ന് നമ്മൾ നിർദ്ദേശിക്കുന്നില്ല. അല്ലെ? ഭഗവാൻ നമ്മൾ കഠിനമായിട്ട് കഷ്ടപ്പെടണമെന്നല്ല ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. ഭഗവാൻ പറയുന്നതിനനുസരിച്ച് സുഖമായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റി. പ്രസാദം നല്ല വെറൈറ്റി പ്രസാദം ഉണ്ടാക്കി കഴിക്കുന്നതിന് ആരും തടസ്സം പറയുന്നില്ല. നല്ല രുചിയുള്ള പ്രസാദം ഉണ്ടാകും. നല്ല രുചിയുള്ള പ്രസാദം ഭഗവാനെ നിവേദിച്ച് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി പ്രസാദങ്ങൾ കഴിക്കാം, സുഖമായിട്ടിരിക്കാം. ഭഗവാൻ പറയുന്ന ഭക്തി സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ വിരക്തി എന്നുള്ള കാര്യമൊക്കെ നേരത്തെ കേട്ട് അതിനെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾക്കുണ്ട്. എല്ലാം ഉപേക്ഷിക്കണം, എല്ലാം ഭൗതികമാണ്, ഇതെല്ലാം ഭൗതികമാണ്, ഇതെല്ലാം ഉപേക്ഷിക്കണം. അതൊരു മായാവാദത്തിന്റെ കലർപ്പാണ്. ഭക്തിയിൽ അങ്ങനെ പറയുന്നില്ല, എല്ലാം ഉപേക്ഷിക്കാൻ പറയുന്നില്ല. നമുക്കെല്ലാം ഉപേക്ഷിച്ച് ജീവിക്കാനും സാധിക്കുകയില്ല. എന്താണോ ഭഗവാൻ അനുകൂലമായിട്ടുള്ളത് അത് വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് ചെയ്യാൻ സാധിക്കും. ഭഗവാന് നല്ല നല്ല രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് അത് പ്രസാദമാക്കി സ്വീകരിക്കുന്നത് വളരെ ഈസിയാണ്. സുസുഖം കർത്തമൊക്കെ. അപ്പൊ നമ്മൾക്ക് അതിൽ കൃത്യമായിട്ടൊരു ഗൈഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ, ആത്മീയതയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭക്തിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം. ഞാൻ എല്ലാം ഉപേക്ഷിക്കുകയാണ് എന്നുള്ള നിലവാരത്തിൽ നമ്മൾ ഒരിക്കലും ഭക്തി ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കുള്ള എല്ലാ സാഹചര്യങ്ങളും അതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഭക്തി ചെയ്യാം. ഇപ്പൊ മിക്കവാറും ആളുകൾ കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നതിനോ ഒരു ഗൈഡൻസ് എടുക്കുന്നതിനോ തയ്യാറാകാതിരിക്കുന്ന സമയത്താണ് അവർക്ക് പല തെറ്റിദ്ധാരണകൾ കൊണ്ട് പുറത്തേക്ക് പോകേണ്ടി വരുന്നത്. അത് മായാശക്തി കൊണ്ടാണ് അത് ഉണ്ടാവുന്നത്. മായാശക്തി തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കും. അത് വലിയ ബുദ്ധിമുട്ടാണ്, അത് വലിയ കഠിനമാണ് എന്ന് പറഞ്ഞിട്ട് അത് പുറത്തോട്ട് പോകും. ആളുകളും അതിനെ സഹായിക്കും, മറ്റുള്ള ആളുകളും അതിന് സഹായിക്കും. കലിയുഗത്തിലാണ് നമ്മളത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് അനുകൂലമായിട്ട് പറയാൻ ആളുകൾ വളരെ കുറവായിരിക്കും, നമ്മളെ ഒറ്റപ്പെടുത്താൻ ആളുകൾ കൂടുതലായിരിക്കും. അപ്പോൾ അതിൽ സത്സംഗത്തിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. നമ്മൾ സത്സംഗത്തിൽ അറ്റൻഡ് ചെയ്യുക, കാര്യങ്ങൾ, സംശയമുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കുക, എങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാം, ഇങ്ങനെയാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത്. അപ്പൊ നമ്മൾ പുസ്തകം വായിച്ചത് കൊണ്ട് മാത്രമായില്ല. പുസ്തകം വായിക്കുമ്പോൾ നമ്മൾക്ക് ഇതെല്ലാം ഉപേക്ഷിക്കേണ്ടതാണല്ലോ, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ എന്ന് വിചാരിച്ച് ചിലപ്പോൾ നമ്മൾ ഇതെല്ലാം ഉപേക്ഷിച്ചു എന്ന് വരാം. പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തികളോട് ചോദിച്ച് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ് നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. സത്സംഗം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. തെറ്റിദ്ധാരണ ഉണ്ടാവുക എന്നുള്ളതും ഭക്തിയിൽ നിന്ന് പൊഴിഞ്ഞു പോവുക എന്നുള്ളതും സ്വാഭാവികമാണ്. ഭൗതിക ലോകത്തിൽ അത് സ്വാഭാവികമാണ്.
നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഭഗവാനോട് പ്രാർത്ഥിക്കാൻ സാധിക്കും. ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് ഒക്കെ നമ്മൾക്ക് കൊടുക്കാനും സാധിക്കും. ഇപ്പൊ ആരൊക്കെയാണോ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് എടുത്ത് ആ നിർദ്ദേശം അനുസരിച്ച് പോകുന്നത്, അവർക്ക് ഭക്തിയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കും. ഹരേ കൃഷ്ണ. നമ്മള് സത്സംഗം അറ്റൻഡ് ചെയ്യാനാണ് അവരോട് എപ്പോഴും പറയാറുള്ളത്. നാമം ജപം മുടക്കാതിരിക്കുക, അതുപോലെ സത്സംഗത്തിന് വരിക. അപ്പോൾ ഒരു നേരമെങ്കിലും രാവിലെ പറ്റുന്നില്ലെങ്കിൽ രാവിലെ ഉറക്കം ഒക്കെ പ്രശ്നമാവുന്ന ആളുകളോട് രാവിലെ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ യൂട്യൂബിൽ ക്ലാസ്സുകൾ കേൾക്കുക, വൈകുന്നേരത്തെ ക്ലാസ്സുകളെങ്കിലും അറ്റൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് കുറച്ച് നാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അവർ പരാതിയാവും. അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ ഫാമിലിയിൽ ഒറ്റപ്പെട്ടു പോകുന്നു, അവർക്കിത് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയാണ് പറയണത്. അപ്പോൾ അത് ഞാനൊന്ന് പ്രഭുജിയുടെ അടുത്ത് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് പറയാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ വീണ്ടും സത്സംഗത്തിന് വരാൻ തന്നെയാണ് ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെ പറയാം പ്രഭുജി. ഹരേ കൃഷ്ണ. മനസ്സിലായി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യെസ്. അപ്പൊ നമ്മൾക്ക് ഇന്നത്തെ അദ്ദേഹത്തിന്റെ ശ്ലോകങ്ങൾ ചെല്ലാം. അതിനുശേഷം നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഹരേ കൃഷ്ണ. യെസ്, ആരാണ് ശ്ലോകം ചെല്ലുന്നത്? ഹരേ കൃഷ്ണ. അജിത് പ്രഭുജി ചൊല്ലിക്കോ.